നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് പോയ കാര്യം കേട്ട് ഗോവർദ്ധന് ഇടിവെട്ടിയ അവസ്ഥ നിൽക്കുകയാണ്. ബാലചന്ദ്രന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഗോവർദ്ധന് മനസ്സിലായി. കാരണം ബാലചന്ദ്രന് കുറെ അധികം സഹിച്ച് ക്ഷമിച്ചൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്ര സ്ഥാനത്ത് ഇപ്പൊ ആർക്കാണെങ്കിലും ഇങ്ങനൊന്നും ക്ഷമിക്കാനും സഹിക്കാനും കഴിയില്ല എന്നുള്ള സത്യവും ഗോവർദ്ധനം മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ അലീനയെക്കുറിച്ചും സ്റ്റാലിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പം ആ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ മുന്നിൽ കരയാതിരിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാ ബാലേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയെന്നുള്ള കാര്യം മനസ്സിലായി. ഗോവർദ്ധനാണെങ്കിലോ താൻ കേട്ട കാര്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വൈജേച്ചിയുടെ മോളാണോ അലീന? അപ്പൊ ഇത്രയും നാളും വൈജേച്ചി സ്വന്തം മോളോടാണോ പെരുമാറിക്കൊണ്ടിരുന്നത്? എന്തൊക്കെയാ പറഞ്ഞ ബാലേട്ടന് മുന്നിൽ വെച്ച് ബാലേട്ടനും അലീനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ വൈജേച്ചി പറഞ്ഞു വരുത്തി. കഷ്ടം, സ്വന്തം മോളെക്കുറിച്ച് ഇങ്ങനെ ഒരു അമ്മ പറയാന്ന് പറഞ്ഞാൽ, അല്ല അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കറിയില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. എന്നാലും എങ്ങനെ ബാലേട്ടന് ഇങ്ങനെ ചതിക്കാൻ തോന്നി? ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ടും ചതിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാതെ സ്വന്തം മോളടുത്ത് വന്നിട്ടും തിരിച്ചറിയാൻ കഴിയാതെ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന് വല്ലാത്തൊരു ടെൻഷൻ തോന്നി. നെഴൽ യുദ്ധമാണ് ഈ പറയുന്ന വൈജയന്തി നടത്തിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലായി, തന്നോട് തന്നെയുള്ള യുദ്ധം. പക്ഷെ ഇതിനകത്ത് ജയിക്കുന്ന ബാലേട്ടനാണ്. അന്തിമ ജയം ബാലേട്ടന് മാത്രമായിരിക്കും. പാവം, അത് സഹിച്ചതിൻ്റെ ക്ഷമിച്ചതിൻ്റെ 100% പോലും ഇപ്പം തനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇത്രയും കാലം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നേ. അതിനേക്കാളുപരി അലീനയെക്കുറിച്ചുള്ള ചിന്തകൾ ആദ്യമായിട്ട് അവളെ കാണുമ്പോഴും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം അവിടെ പോകുമ്പോഴൊക്കെ അവളെ കാണുമ്പോൾ അവളുടെ സംസാരവും ചിരിയും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഗോവർദ്ധൻ്റെ മനസ്സിലേക്ക് വന്നു. സ്വന്തം അമ്മ കൺമുന്നിലുണ്ടായിട്ടും അമ്മയെ നിന്ന് വിളിക്കാൻ കഴിയാതെ എത്രമാത്രം വേദനയോട് കൂടിയിട്ടായിരിക്കും അലീന ഓരോ നിമിഷം തള്ളി നിൽക്കുന്നത്. അതുമാത്രമല്ല, അമ്മയുടെ ജീവിതം തകരില്ലെന്ന് കരുതിയിട്ടാണ് ഇപ്പോഴും അവൾ ആ വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നത്. ഒരു നിമിഷം മതി അവൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. പക്ഷെ അവളുടെ പാകുതയും പക്വതയും കൊണ്ടാണ് അവൾ അതങ്ങനെയൊന്നും ചെയ്യാത്ത. തനിക്കെന്ത് സംഭവിച്ചാലും തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനൊന്നും സംഭവിക്കണമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ രോഹിത്തും അതുപോലെ ഭബിതയും കൃഷ്ണമോളും ഒക്കെ സഹോദരന്മാരൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് അലീനെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ 100 സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഗോവർദ്ധൻ്റെ മനസ്സിലുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രന് മുറി പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് പഴയ കുറേ ഓർമ്മകളൊക്കെ കടന്നു വരുവാണ്. ഈ സമയത്ത് സ്റ്റാലിനെ ആണെങ്കിൽ വെരികിനെ പോലെയാണ് മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാലിനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ആൻ്റെ ഒപ്പം വിളിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാലിന് വേണ്ടാന്ന് പറഞ്ഞു. എന്താ സാറേ, ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലോ, വൈകുന്നേരമെങ്കിലും കഴിക്കുക. ആ സമയം സ്റ്റാലിന് മദ്യത്തിലാണ് അഭയം പ്രാപിച്ചുകൊണ്ടിരുന്നത്. പതിവിലും വിപരീതമായിട്ട് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആൻ്റെ ഒപ്പം വന്നിട്ട് ചോദിച്ചു, എന്താ കേണസാബേ, എന്തോ കാര്യോട് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ ആഹാരം പോലും വേണ്ടെന്ന് വെച്ചാൽ? അതെ, ഇന്ന് കുറച്ച് ഓവറാന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂക്ഷമായിട്ട് സ്റ്റാലിൻ അങ്ങ് ചാടി എഴുന്നേറ്റു. താൻ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നോ, കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞിട്ട് 2 ചാട്ടമായിരുന്നു. നായ്ക്കൾ പോലും പേടിയോട് കൂടിയിട്ടാണ് സ്റ്റാലിനെ നോക്കണേ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മനസ്സിൽ അത്രമാത്രം ഭാരമുള്ള എന്തോ ഒരു കാര്യം അത് തട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരുപക്ഷെ ഇതിനൊക്കെ ശേഷം സാബ് തുറന്ന് പറയായിരിക്കും. കുറേ വർഷങ്ങളായാലും ആൻ്റെ ഒപ്പം കൂടെ കൂടിയിട്ട് ആൻ്റപ്പന് സ്റ്റാൻലിയുടെ ഒരുമാതിരി കാര്യങ്ങളെല്ലാം അറിയാം. ഇത്ര നാളും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ, അതും സ്റ്റാൻലിയുടെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ടും ആൻ്റപ്പൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആൻ്റപ്പന് സ്റ്റാൻലി അത്രയ്ക്ക് ഇഷ്ടമാണ്. പോയിട്ടുണ്ട് ആ സ്റ്റാൻലി ഇത്രമാത്രം പോവുള്ളൂ. ആ ദേഷ്യവും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. ആ പട്ടാളച്ചിട്ടുകളും എല്ലാം അറിയാവുന്നതാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് പോയ ആള് നിസാരക്കാരനൊന്നുമല്ല. അയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് സാബ് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ. ഇതിനു മുമ്പ് ഇത്ര മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ ഒരു ചിന്ത ആൻ്റെ പരം മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇതേ സമയത്ത് അലീനയെ മനുഷ്യങ്കർ വിളിച്ചു. വിളിച്ചിട്ട് സംസാരിക്കണ സമയത്ത് ബാലേന്ദ്രൻ വന്നോന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരക്കാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇല്ല മനുവേട്ട, എത്തിയിട്ടില്ല. അച്ഛൻ നാളെ വരുമെന്ന് പറഞ്ഞു. അല്ല, എവിടേക്ക് പോയെന്ന് വല്ലതും പറഞ്ഞോ? അതൊന്നും എനിക്കറിയില്ല മനുവേട്ട, വന്ന് കഴിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എറണാകുളത്ത് പോയ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുമെന്നും പറയുന്നതൊക്കെ ഉണ്ട്. ആ സമയം അലീന പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, നല്ല യാത്രയൊക്കെ തരുന്നു, എല്ലാവരും സന്തോഷത്തിലായിരുന്നു പറഞ്ഞു. ഓ, അപ്പം ഞാനില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ, എന്നെയും കൂടെ വിളിക്കുമായിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. അത് പിന്നെ മനുവേട്ട പെട്ടെന്നെടുത്ത തീരുമാനം,
അത് മാത്രമല്ല മനുവേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനിടയ്ക്ക് പിന്നെ ഞാൻ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഓർത്തോണ്ട. ഓ അങ്ങനെ ഇപ്പം എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്നും അല്ല നിനക്കെന്ന് എനിക്കറിയാം. ഓ എന്നെ വിളിക്കാനുള്ള മടി കൊണ്ടല്ല നീ വിളിക്കാതിരുന്നേ. അല്ല മനുവേട്ട, അത് വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് മനു കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി. അന്നത്തെ രാത്രിയാണെങ്കിൽ സ്റ്റാൻലിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാലേന്ദ്രനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചാലും പക്ഷെ അലീനയുടെ ജീവിതം, അവൾ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും തൻ്റെ മക്കൾക്ക് അവൾ ചേച്ചിയായിട്ടും അമ്മയായിട്ടും എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല. ഒരമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ അലീന എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം കെയറിങ്ങോടുകൂടി എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണേ. പിറ്റേ ദിവസം ഗോവർദ്ധനം കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കോളെത്തി ബാലേന്ദ്രന്. അലീന വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛനത് എവിടെയാ, എപ്പോഴാ എത്തണമെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും വരും. എന്താ മോളെ? അതെ, ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗോവർദ്ധനങ്ങളും ഇല്ലേന്ന് ചോദിച്ചു. അവൻ അങ്ങോട്ടേക്ക് വരും, വന്നിട്ടോ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, സൂക്ഷിച്ചു വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് ഗോവർദ്ധന ചോദിച്ചു, ആരാ അലീനയാണോ വിളിച്ചത്? അതേന്ന് പറഞ്ഞു. അലീനയ്ക്ക് ശരിക്കും ഒരച്ഛനോടുള്ള സ്നേഹമോ ബാലേട്ടനോടുള്ള അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയാവോ ഗോവർദ്ധന, ആദ്യമായിട്ട് അവൾ അച്ഛാന്ന് വിളിച്ച എന്നെയാണ്. അവളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്കറിയാം അവളുടെ കൂടപ്പിറപ്പുകൾ അവിടെ ഉള്ളതെന്ന്. അതുകൊണ്ടാണ് അവൾ അത്ര സ്നേഹത്തോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും നോക്കുന്നത്. രോഹിത്തിൻ്റെ ആപത്ത് വന്നു കഴിഞ്ഞപ്പം അവനെ ചേർത്ത് പിടിച്ചത്. ഒരു പക്ഷെ അവളില്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ പുറത്തിറങ്ങില്ലായിരുന്നു. ആ സമയം ഗോവർദ്ധനം പറഞ്ഞു, എന്നിട്ടാണോ രോഹിത്ത് അവളോട് മോശമായിട്ടൊരു രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തേ? അതവനെ അറിയുണ്ടായിരുന്നില്ലോ. അവൾക്കറിയാം അവളുടെ സഹോദരനാന്നുള്ള കാര്യം. അതുകൊണ്ടല്ലേ അവൾ കേസിനും വഴക്കിനൊന്നും പോവാതെ അത് കോംപ്രമൈസ് ആക്കി വിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. ഇപ്പം തന്നെ എനിക്ക് അവളെ അവിടുന്ന് പറഞ്ഞു കൊണ്ടെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ മകളായിട്ടാണ് കാണുന്നത്. അവളോട് ഞാൻ പറഞ്ഞു അവിടെ നിന്നോളാനായിട്ട്. പക്ഷെ വൈജയന്തി സമ്മതിക്കുന്നില്ല. വൈജയന്തി ആ വീട്ടിലേക്ക് വരണമെങ്കിൽ അവൾ അവിടുന്ന് പോകണമെന്നാണ്. പക്ഷെ ഗോവർദ്ധന, ഒരു കാര്യം ഞാൻ പറയാം, അവൾ അവിടുന്ന് പോകുന്നോടം വരെ എൻ്റെ ഈ സോഫ്റ്റ്നെസ് ഒക്കെ കാണുകയുള്ളൂ. പിന്നീട് കാണാൻ പോകുന്ന വേറൊരു ബാലേന്ദ്രനെ ആയിരിക്കും. വൈജയന്തി പല സത്യങ്ങളും അറിയുമെന്ന് പറഞ്ഞു. അല്ല ബാലേട്ട, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമല്ലോ ആയിക്കോട്ടോ. ഇനിയിപ്പം ഞാൻ എന്തിനാ? എനിക്ക് അറ്റാക്ക് വന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ജീവൻ ഒടിക്കാൻ മതിയെന്ന് എനിക്ക് തോന്നി. ഞാൻ നീലഗിരി പോയി കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ വൈജയെ കൊല്ലാൻ തന്നെ ഞാൻ പ്ലാനിട്ടെ. ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് ഗോവർദ്ധന ബാലേന്ദ്രനെ നോക്കുകയാണ്. പക്ഷെ അന്ന് എനിക്ക് അറ്റാക്ക് ഉണ്ടായി. ആ സമയത്ത് അലീനയാണ് എന്നെ രക്ഷിച്ചത്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. പിന്നെ അവളെ പതുക്കെ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അവൾ എത്ര പാവമാണ്. അവളെൻ്റെ മോളായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയണ സമയത്തും എൻ്റെ മനസ്സിൽ ആഗ്രഹം അങ്ങനെയായിരുന്നു. ഭൈജയുടെ മോളായിരുന്നിട്ട് കൂടി ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗോവർദ്ധൻ അറിയാലോ. പിന്നെ ഈ പറയുന്ന സ്റ്റാലിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നണ്ട, ഏറ്റവും കൂടുതൽ വെറുക്കുകയും ചെയ്യണ്ട. പക്ഷെ അലീനയെ പോലൊരു മോളെ തന്നതുകൊണ്ട് മാത്രം അയാൾ ഞാൻ ക്ഷമിക്കുന്നത്. നിനക്കറിയാലോ ഗോവർദ്ധന, ഞാൻ അനുഭവിക്കുന്ന വേദനയും വിഷമം എന്താണെന്നോ ഒരു പക്ഷേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, എനിക്കറിയാം ബാലേട്ട, ബാലേട്ടൻ്റെ ഉള്ളു പടയുന്ന ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം ബാലേട്ടൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുമ്പോൾ. ആരും സഹിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലോ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറഞ്ഞു കണക്ക് നമ്മളങ്ങോട്ട് പോയിക്കോളൂ, അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയത് തന്നെയാന്ന് പറഞ്ഞു. ഗോവർദ്ധനം പറഞ്ഞു, എന്നാലും ബാലേട്ട, വൈജേച്ചി ഈ സത്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ? എപ്പോഴാണല്ലോ അറിയേണ്ടതല്ലേ? അലീന ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ല ഇനിയിപ്പം അലീനൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയെന്ന് ഓർത്തു. അങ്ങനെ ഒരു വീട്ടിൽ പോയി അലീനയ്ക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിൽക്കണമല്ലോ, അവളായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഏത് വീട്ടിൽ ചെന്നാലും അവൾ നിൽക്കും. അവൾക്ക് അതിന് പ്രത്യേക കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗോവർദ്ധനം പറഞ്ഞു, അത് ശരിയാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ സംസാരിച്ച് വീട്ടിലെത്തുകയാണ്. കാറ് വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന പെട്ടെന്ന് വീടിനകത്തുനിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഇറങ്ങി. ഈ സമയത്ത് ഗോവർദ്ധൻ അലീനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുവാണ്. വൈജേച്ചിയുടെ മോള് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടോ ആരോടും ഒന്നും പറയാതെ
എല്ലാം ബാലയുടെ തന്നെ കണ്ടുപിടിച്ചാണ്. അതൊക്കെ ഓർത്തിഞ്ഞപ്പോൾ ഗോവർദ്ധൻ ആദ്യം കാണുന്ന പോലെ അലീനെ നോക്കുക. ആ സമയത്ത് അലീന ഓടി വന്ന് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ബാക്ക് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, അച്ഛാ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു മോളെ, കുഴപ്പമില്ല. പോയ കാര്യമൊക്കെ സാധിച്ചെന്ന് പറഞ്ഞു. ഗോവർദ്ധനെ നിപ്പം വട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്താ അങ്കിളെ? അങ്കിൾ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? കയറി വരുന്നില്ലേ, ബാ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണ്ട, കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ അങ്കിളിനും കൂടെയുള്ള ആഹാരമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് കയറി വേണം. ഈ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, കൃഷ്ണമോളും ഭവിതയൊക്കെ ഇല്ലേ, അവരൊക്കെ സ്കൂളിലും കോളേജിലുമായിട്ട് പോയെന്ന് പറഞ്ഞു. ആ സമയം അലീനെ വീണ്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചു പോലെ നിൽക്കുകയാണ്. ഗോവർദ്ധനാണ് അലീനെ കാണുന്തോറും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.